ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നിങ്ങളുടെ പൂർവികരായിട്ടുള്ള നിങ്ങളുടെ മരണപ്പെട്ടു പോയ നിങ്ങളുടെ പൂർവിക സ്ഥാനത്തുള്ള നിങ്ങളുടെ അപ്പൂപ്പൻ, അമ്മുമ്മ അല്ലെങ്കിൽ അച്ഛൻ, അമ്മ ആരെങ്കിലും അങ്ങനെയുള്ളവർ, പൂർവിക സ്ഥാനത്തുള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശങ്ങൾ, അതായത് പൂർവികർ മുൻ തലമുറയിൽപ്പെട്ട് നമ്മളിൽ നിന്ന് വിട്ടുപോയ എല്ലാവരും അടങ്ങുന്ന ആ പൂർവിക സമൂഹം അവിടെ നിന്ന് നമുക്ക് എന്തൊക്കെ സന്ദേശങ്ങളാണ് ജീവിതവുമായി ബന്ധപ്പെട്ട് തരുന്നത് എന്ന് നോക്കാം. ഓക്കേ, നോക്കാം. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഇനി ഇവിടെ ലഭിച്ചിരിക്കുന്ന ഓരോ കാർഡുകൾ വീതം പരിശോധിക്കാം. ഓക്കെ, നമുക്ക് ഓരോ കാർഡുകൾ വീതം പരിശോധിക്കാം. ഓക്കെ, ഞാൻ ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. ഓക്കെ, ആദ്യം നമുക്കിവിടെ കപ്സ് എനർജിയാണ് വന്നിട്ടുള്ളത്. കർക്കിടകം, വൃശ്ചികം, മീനം, അതിൽ വരുന്ന പുണർദം, പൂയം, ആയില്യം, വിശാഖം, അനിഴം, തൃക്കേട്ട, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ പറഞ്ഞതെല്ലാം ജലരാശികളാണ്. ഇനി അടുത്തതായി നമുക്ക് വന്നിട്ടുള്ളത് വാൻസ് എനർജിയാണ്. വാൻസ് എനർജി എന്ന് പറയുമ്പോൾ ഫയർ എലമെൻറ്റ്സ്, അഗ്നിരാശികളാണ് ഇനി നമുക്കിവിടെ വന്നിട്ടുള്ളത്. അതിൽ അശ്വതി, ഭരണി, കാർത്തിക, മകം, പൂരം, ഉത്രം, മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രങ്ങളും ഇവിടെ നമുക്ക് പ്രസൻ്റായി കാണാൻ സാധിക്കും. അപ്പോൾ എന്ന് വെച്ച് ബാക്കിയുള്ളവർ കാണണ്ടാവുന്നല്ല, ഇവിടെ കൂടുതൽ പ്രസൻ്റായി ഈ നക്ഷത്രങ്ങളുടെ എനർജി വന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിനി നമ്മളുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ അങ്ങേയറ്റം നിങ്ങൾ എല്ലാവരും പൂർവികരുമായി ബന്ധപ്പെട്ട ബലികർപ്പണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവാം. തീർച്ചയായും നിങ്ങളുടെ പൂർവികരുടെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പമുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വെല്ലുവിളികൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ നേരിടുന്നുണ്ടെങ്കിൽ, സാമ്പത്തികപരമായി, കരിയർപരമായി, ബന്ധങ്ങളിൽ അങ്ങനെ തുടങ്ങി നിങ്ങളെ എന്തെങ്കിലുമൊക്കെ വിഷമതകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരതൊക്കെ, നിങ്ങളുടെ പിതൃക്കൾ അതൊക്കെ അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതൊക്കെ മറികടന്ന് പിതൃക്കളുടെ സമ്പൂർണ്ണ അനുഗ്രഹത്തോടെ നിങ്ങളിലേക്ക് ഒരു വലിയ വിജയം, ഒരു ആഘോഷം, സാമ്പത്തിക സ്ഥിരത, ജോലിയിലെ ഉന്നമനം, പ്രമോഷൻസ്, എന്ത് തന്നെയായാലും നിങ്ങളുടെ ഒരു വലിയ ഏറെ നാളത്തെ ആഗ്രഹങ്ങൾ ഇവയെല്ലാം നിങ്ങളുടെ പിതൃക്കളുടെ അനുഗ്രഹത്തോടെ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാർഡുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മെസ്സേജ്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളിൽ പലരും ചലഞ്ചിങ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം. ആ ചലഞ്ചിങ് സിറ്റുവേഷനൊക്കെ മാറി ലൈഫ് ഒരു ബാലൻസിലേക്ക്, നിങ്ങളുടെ പൂർവികരുടെ അനുഗ്രഹത്തോടെ ഒരു ബാലൻസിലേക്ക് വരും എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന കാർഡുകളിൽ നിന്ന് വ്യക്തമായി ലഭിക്കുന്നത്. തീർച്ചയായും നിങ്ങളിൽ നിന്ന് വിട്ടുപോയ നിങ്ങളുടെ പൂർവിക സ്ഥാനത്തുള്ള വ്യക്തികൾ, നിങ്ങളുടെ പിതൃക്കൾ നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹാശിസുകളും നൽകുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ അത് എഫക്റ്റായി വരും.
നിങ്ങൾ എന്തിനൊക്കെയാണോ ഇപ്പോൾ വിഷമങ്ങൾ അനുഭവിക്കുന്നത്, ആ വിഷമങ്ങൾ സമ്പൂർണ്ണമായും മാറി നിങ്ങളിലേക്ക് അങ്ങേയറ്റം ഒരു അനുഗ്രഹം വരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു നല്ല ബാലൻസ് ലൈഫ് നിങ്ങൾക്ക് വരാൻ പോകുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ, മോഹങ്ങൾ എല്ലാം തന്നെ പിതൃക്കളുടെ സമ്പൂർണ്ണ അനുഗ്രഹത്തോടെ അതൊരു വിജയമായി മാറാൻ നിങ്ങളുടെയും നിങ്ങളുടെ പിതൃക്കളുടെയും, അതായത് പൂർവികരുടെയും ഗുഡ് കർമ്മ, നല്ല കർമ്മകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറാൻ പോകുന്നു, അനുഗ്രഹമായി ലഭിക്കാൻ പോകുന്നു എന്നാണ് കാർഡുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മെസ്സേജ്. തീർച്ചയായും നിങ്ങൾക്കും നിങ്ങളുടെ പിതൃക്കൾക്കും ഒക്കെ തന്നെ ഈശ്വരാധീനമുള്ളവരാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും പിതൃക്കളുടെയും ദൈവത്തിൻ്റെയും അനുഗ്രഹത്തോടെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് കാർഡുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സമയം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഹൈ ആയിരിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായി പ്രവർത്തിക്കുന്നതായിരിക്കും. അവ കൃത്യമായി നിങ്ങൾക്ക് വർക്കൗട്ടായി മാറുന്നതായിരിക്കും. അങ്ങനെ എൻ്റെ ഈ റീഡിംഗ് ആരൊക്കെ കാണുന്നു അവർക്കെല്ലാം ഈ പറഞ്ഞ പിതൃക്കളുടെയും സർവശക്തനായ ദൈവത്തിൻ്റെയും സകലവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.